വ്യാജപ്രവാചകന്മാർ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഉള്ളിലവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ ശേഖരിക്കാറില്ല. വ്യാജപ്രവാചകന്മാരെ കരുതിയിരിക്കണമെന്നാണ് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിച്ചത്. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് അവരെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ അവരുടെ ഒരു കാലം കൂടെയാണ്. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളുടെ ഒരു മതവും ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്നുമില്ല. അവരെയൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്ന് പോലും നമുക്കറിയുകയുമില്ല. ഉരച്ചു നോക്കി അറിയുവാനായിട്ട് അതിന് പറ്റിയ ഉരകല്ലുകളുമില്ല. പിന്നെ ഒരു വഴി മാറി നിന്ന് അവരുടെ ഫലങ്ങളെ കാണുക എന്നതാണ്. ക്രിസ്തുവിൻ്റെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? മേൽപ്പറഞ്ഞ വ്യക്തികളുടെയൊക്കെ ഫലങ്ങളിൽ നിന്ന് നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റണം. എല്ലാ കാലങ്ങളിലും അവരുണ്ടായിരുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ആട്ടിൻ രോമം കൊണ്ട് തുന്നിയ വസ്ത്രം ധരിച്ചിരുന്നു. ഏലിയായുടെ വിവരണങ്ങളിലൊക്കെ അതിൻ്റെ പരാമർശവുമുണ്ട്. ഫലത്തിൽ നിന്ന് അവരെ തിരിച്ചറിയുവാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാവുകയാണ്. ഈ വ്യാജപ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതസങ്കല്പങ്ങൾ യുക്തിക്കോ സ്നേഹത്തിനോ നിരക്കാതെ വരുമ്പോൾ അവരെ അവരുടെ പാട്ടിന് വിട്ടിട്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ് അഭികാമ്യം. അസത്യങ്ങളിലാണ് പലപ്പോഴും അവരുടെ നിലനിൽപ്പ്. ചിലപ്പോൾ അർത്ഥസത്യങ്ങളുടെ മാത്രം കാവൽക്കാർ. ഇവരെയൊക്കെ അളക്കുവാനായിട്ട് ചില മാനദണ്ഡങ്ങൾ കൂടെയുണ്ട്. ഒന്ന്, ആന്തരികതയേക്കാൾ ഇവർക്ക് ആവശ്യം അനുഷ്ഠാനങ്ങളാണ്. ക്രിസ്തു ഫരിസയരോടും നിയമജ്ഞരോടും കലമ്പിയിരുന്നതും ഇതുകൊണ്ട് തന്നെയായിരുന്നു. മതപരമായ നിഷ്ഠയോടെ ഓരോന്ന് ചെയ്ത് തങ്ങളുടെ മോക്ഷം ഉറപ്പിക്കാമെന്ന മൂഢസ്വർഗത്തിൽ പെട്ടുപോയവരാണ് അവർ. അറിഞ്ഞോ അറിയാതെയുമൊക്കെ അത്തരം ചില സന്ദേശങ്ങളൊക്കെ ഇന്ന് നമ്മുടെയൊക്കെ ചില പ്രാർത്ഥനാ സെൻ്ററുകളിൽ നിന്നും ചില കൂട്ടായ്മയുടെ പന്തലിൽ നിന്നുമൊക്കെ ഭംഗിയായിട്ട് കൈമാറപ്പെടുന്നുമുണ്ട്. രണ്ടാമതായിട്ട് അരുതുകളുടെ പട്ടിക മാത്രമാണ് ഇവർ പറയുക. പഴയ നിയമത്തിലെ 10 കൽപ്പനകളിൽ മുഴങ്ങിയിരുന്ന സ്ഥായിയായ ശബ്ദം പോലെ ക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിൽ എന്ത് ചെയ്യരുത് എന്ന് പറയാനല്ല, എന്ത് ചെയ്യണമെന്ന് പറയുവാനാണ് അവിടുന്ന് പരിശ്രമിച്ചത്. അത് കുറെ കൂടി അഗാധമായ രൂപാന്തരീകരണമാണ്. വിലക്കുകൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരിടമായി നമ്മുടെയൊക്കെ പള്ളികൾ മാറുമ്പോൾ പള്ളിയും പട്ടാളവും തമ്മിലുള്ള അകലം കുറഞ്ഞു പോകുന്നില്ലേ? 3, ലാഘവമാർന്ന പരാമർശങ്ങളിൽ അതിനെ തന്നെ അടയാളപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന മതവും വ്യാജം തന്നെയാണ്. ഒരുതരം ഈസി റിലിജിയൻ, ഒരു വിലയും കൊടുക്കാത്ത, ഒരലച്ചിലുമില്ലാത്ത, ഊതി വീർപ്പിച്ച കൃപാസങ്കല്പങ്ങളുമായിട്ട് നിലനിൽക്കുന്ന ഒരു മതം. 4, ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ മതം. ചുറ്റിനുമുള്ള ദുരനുഭവങ്ങൾക്കെതിരെ ഹൃദയജാലകങ്ങൾ കൊട്ടിയടച്ച് തങ്ങളുടെ സ്തോത്രഗീതങ്ങളിലും ഹല്ലേലൂയ ഗീതങ്ങളിലുമൊക്കെ കുരുങ്ങിക്കിടക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മതം. അതിൽ തന്നെ എത്ര അപകടകാരിയാണ്. എത്ര നന്നായിട്ടാണ് ക്രിസ്തു തൻ്റെ സാധകരുടെ പങ്ക് വ്യക്തമാക്കിയത്. പിതാവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കുവാനല്ല, തിന്മയിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന്. താമരപ്പൂ പോലെ ചില മനുഷ്യരുണ്ട് കേട്ടോ. വേരുകളൊക്കെ ചേറിലാണ്. എന്നിട്ടും ചേറിന് മീതെയായി ഒരു പൂ വിരിയുന്നു. ഒരു ദളത്തിൽ പോലുമില്ല ചേറിൻ്റെ സാന്നിധ്യമോ സ്പർശമോ. മറിച്ച് ഓരോ ദളങ്ങളിലുമുണ്ട് ദൈവകാരുണ്യത്തിൻ്റെ പുലരിമഞ്ഞുകൾ. കടലിലെ മീനിന് ഉപ്പ് പിടിക്കുന്നില്ല എന്നതുപോലെ ചില മനുഷ്യർ. അവസാനമായിട്ട് 5-ാമത്തേത്, തങ്ങളിലോട്ട് തന്നെ ചുരുങ്ങുവാൻ തങ്ങൾ ഭേദപ്പെട്ട മനുഷ്യരാണെന്ന ധാരണയെ ബലപ്പെടുത്തുന്ന മതവും അപകടം പിടിച്ചത് തന്നെയാണ്. നമ്മുടെയൊക്കെ കൂട്ടായ്മകളിൽ ചിലപ്പോഴൊക്കെ പാടുന്ന പാട്ടിൻ്റെ അർത്ഥം നോക്കിയാൽ ക്രിസ്തു പോലും ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ടാവാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാനോട് ചോദിച്ച അതേ കാര്യം മന്ത്രിച്ചുകൊണ്ട് നിങ്ങളെ ഭരിക്കുന്നത് ഏത് ആത്മാവാണെന്ന്. നമ്മൾ ഈ നോമ്പുകാലത്തായിരിക്കുമ്പോൾ ഒരേ തൊഴുത്തും ഒരേ ഇടയനും എന്ന മാനവരാശിയുടെ നിലനിൽപ്പിനെ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കുവാൻ
ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഈ നോമ്പുകാലം നന്മയുടെ ഫലദായകമാക്കുന്ന ഒരു കാലമാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.